ഇറാന്റെ ആത്മീയ ആചാര്യൻ അയത്തുള്ള അലി ഖമനയുടെ പേര് പറഞ്ഞ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ വരികൾക്കിടയിലൂടെ വായിച്ചാൽ അങ്ങനെയുള്ളൊരു നീക്കത്തിന് പിന്നിൽ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാവില്ലേ? അതെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ട്രംപ് കാൽഗറിയിൽ നിന്ന്, അതായത് G7 ഉച്ചകോടി നടക്കുന്ന കാനഡയിലെ കാൽഗറിയിൽ നിന്ന് വളരെ തിരക്കിട്ട് അതിൻ്റെ സമാപനം കഴിയും മുമ്പ് തിരിച്ച് അടിയന്തരമായി വാഷിങ്ടണിലേക്ക് പോന്നു. കാരണം എനിക്ക് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. പോകുന്നതിന് മുമ്പ് എയർഫോഴ്സ് വണ്ണിലിരുന്ന് ട്രംപ് ഇട്ട ഒരു പോസ്റ്റ്. ട്രംപ് ഈ ഫേസ്ബുക്കും എക്സും ഒന്നും ഉപയോഗിക്കുന്നില്ല. ട്രംപിന് സ്വന്തമായി ട്രൂത്ത് സോഷ്യൽ എന്ന് പറയുന്ന ഒരു സാമൂഹ്യ മാധ്യമമുണ്ട്. അതിനകത്തിട്ട ഒരു കുറിപ്പ്, ഒരു 10 ലൈനില്ല 9 വരിയുള്ള ഒരു കുറിപ്പ്. ആ കുറിപ്പ് വളരെ പ്രധാനപ്പെട്ട ചില ആശയങ്ങൾ, അതായത് നേരിട്ട് പറയുന്നതിനപ്പുറത്തുള്ള ചില ആശയങ്ങൾ കൈമാറുന്നുണ്ട്. അതിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ, വ്യാഖ്യാനം എന്ന് പറയുന്നത് ഇറാനെ സംബന്ധിച്ച് അതീവ ഭീകരമാണ്. നമുക്ക് ആ ടെക്സ്റ്റിലേക്ക്, ആ പോസ്റ്റിലേക്ക് ഒന്ന് പോവാം. വി നോ എക്സാക്ട്ലി വേർ ദ സോ കോൾഡ് സുപ്രീം ലീഡർ ഈസ് ഹൈഡിങ്. അതിനകത്ത് സുപ്രീം ലീഡർ എന്നുള്ളത് ഇൻവേർട്ടഡ് കോമ, ഡബിൾ ഇൻവേർട്ടഡ് കോമയിലാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് ആ പോസ്റ്റ് കാണിക്കാം പ്രേക്ഷകരെ. വി നോ എക്സാക്ട്ലി വേർ ദ സോ കോൾഡ് സുപ്രീം ലീഡർ ഈസ് ഹൈഡിങ്. ഞങ്ങൾക്കറിയാം, എവിടെയാണെന്നുള്ളത് കൃത്യമായി ഞങ്ങൾക്കറിയാം. ഈ സോ കോൾഡ് ലീഡർ, സോ കോൾഡ് സുപ്രീം ലീഡർ, അതായത് പരമാധികാരി, ഏറ്റവും വലിയ നേതാവ്, സുപ്രീം ലീഡർ എന്നും വിളിക്കപ്പെടുന്ന, എന്ന് പറഞ്ഞാൽ ഞാൻ വിളിക്കുന്നൊന്നുമില്ല, അയാൾ സ്വയം പറയുന്നതാണ് അല്ലേ, വിളിക്കപ്പെടുന്ന ഇയാൾ എവിടെയാണ് എന്ന് ഞങ്ങൾക്കറിയാം. എന്ന് പറഞ്ഞാൽ ഖമനയി അങ്ങനത്തെ വലിയ സുപ്രീം ലീഡറൊന്നും അല്ല, അയാൾ തന്നെ വിളിക്കുന്നതാണ്. അതായത് അയത്തുള്ള അലി ഖമനയി എന്ന് പറയുന്ന ആൾ അയത്തുള്ളയാണ്. അതായത് ഷിയ വംശജരുടെ പരമാചാര്യനാണ്, പരമോന്നത നേതാവാണെന്നുള്ളത് ട്രംപ് അംഗീകരിക്കുന്നില്ല. അത് അവർ തന്നെ വിളിക്കുന്നതാണ്, ഞങ്ങളാരും അംഗീകരിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ അയത്തുള്ള എന്ന് പറയുന്ന ഒരു പദവിയിലിരിക്കുന്ന ഒരാളെ കൊലപ്പെടുത്തിയാൽ അത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുന്നൊന്നും ഞങ്ങൾ കരുതുന്നില്ല. അയാൾ തന്നെ സുപ്രീം ലീഡറാണെന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ്, വേറെ ആരും അംഗീകരിക്കുന്നില്ല. ഹീസ് ആൻ ഈസി ടാർഗറ്റ് ബട്ട് ഈസ് സേഫ് ദെയർ. അയാൾ നിസ്സാരമായി ഞങ്ങൾക്ക് തട്ടാവുന്ന ആളാണ്, കാരണം എവിടെയാണെന്ന് ഞങ്ങൾക്കറിയാം. ബട്ട് ഈസ് സേഫ് ദെയർ. പക്ഷേ ഇപ്പോൾ ആ ഒളിച്ചിരിക്കുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ സേഫാണ്. വി ആർ നോട്ട് ഗോയിങ് ടു ടേക്ക് ഹിം ഔട്ട്. വി ആർ നോട്ട് ഗോയിങ് ടു ടേക്ക് ഹിം ഔട്ട്. എന്ന് പറഞ്ഞാൽ അവനെ അവിടെ നിന്ന് എടുക്കാൻ. എലി മാളത്തിൽ ഒളിച്ചിരിക്കുമല്ലോ, അപ്പോൾ മാളത്തിൽ ഒളിച്ചിരിക്കുന്ന എലിയെ ടേക്ക് ഹിം ഔട്ട് എന്ന് പറഞ്ഞാൽ വല പിടിച്ച് പുറത്തെടുക്കുകയാണ്. അപ്പോൾ ഖമനയി എന്ന് പറയുന്ന ഒരാളെക്കുറിച്ച് ഏറ്റവും മോശമായ തരത്തിൽ പറഞ്ഞിട്ടാണ്, അയാൾ അവിടെ ഒളിച്ചിരിക്കുകയാണ്, അവനെ അവിടെ നിന്ന് എടുക്കാൻ ഞങ്ങൾക്ക് പറ്റും. എന്നിട്ട് ബ്രാക്കറ്റിൽ ഇത് വി ആർ നോട്ട് ഗോയിങ് ടു ടേക്ക് ഹിം ഔട്ട് എന്ന് പറഞ്ഞൊരു ബ്രാക്കറ്റിൽ കിൽ. അതായത് അവിടെ നിന്ന് പുറത്തെടുക്കാമെന്ന് പറഞ്ഞാൽ ജീവനോടെയല്ല, കൊന്ന് എലിപ്പെട്ടിക്കകത്തുനിന്ന് ചത്ത എലിയെ വല പിടിച്ചെടുക്കത്തില്ലേ, അതുപോലെ ഇയാളെ അവിടെ നിന്ന് എടുക്കാൻ വെരി ഈസി. പക്ഷെ ഞങ്ങളത് ഇപ്പോൾ ചെയ്യുന്നില്ല. എപ്പോൾ എന്നിട്ട് പറയാം, കോമ ഇട്ടിട്ട് പറയുകയാണ്, അറ്റ്ലീസ്റ്റ് നോട്ട് ഫോർ നൗ, ചുരുങ്ങിയ പക്ഷം ഇപ്പോഴെങ്കിലും. അതായത് ഇപ്പോൾ ഞങ്ങൾ ഇയാളെ കൊന്ന് ഈ ഒളിയിടത്തിൽ നിന്ന് പുറത്തേക്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൊല്ലാൻ ഉദ്ദേശിക്കുന്നില്ലെന്നേ ഉള്ളൂ. വാട്ട് ഇറ്റ് മീൻസ്, എന്താ അതിൻ്റെ അർത്ഥം? എന്താ വാട്ട് ഇറ്റ് മീൻ? ഖമനയെ കൊല്ലാൻ ഞങ്ങൾക്ക് ഉദ്ദേശമുണ്ട്, പക്ഷെ അതിപ്പോൾ ചെയ്യുന്നില്ല. ബട്ട് വി ഡോണ്ട് വാണ്ട് മിസൈൽ ഷോട്ട് അറ്റ് സിവിലിയൻസ് ഓർ അമേരിക്കൻ സോൾജേഴ്സ്. പക്ഷേ ഇപ്പോൾ ഈ ഇറാൻ ചെയ്യുന്നത് പോലെ ഇസ്രയേലിൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തേക്ക് മിസൈൽ അയക്കുന്നതോ അമേരിക്കൻ ഭടന്മാർക്ക് നേർക്ക് അയക്കുന്നതോ സമ്മതിക്കത്തില്ല. കാരണം ഇപ്പോൾ ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സിവിലിയൻ മേഖലകളിലേക്കാണ് മിസൈൽ അയക്കുന്നത്. ഇസ്രയേൽ ഇപ്പോഴും സൈനിക, ഊർജ, ആണവ കേന്ദ്രങ്ങളെ മാത്രമേ ഹിറ്റ് ചെയ്യുന്നുള്ളൂ. ഇറാനിലെ ജനങ്ങളോട് പറയുന്നുണ്ട്, ഈ യുദ്ധം നിങ്ങൾക്കെതിരല്ല, നിങ്ങൾ ഇവാക്വേറ്റ് ചെയ്യുക, നിങ്ങൾ മാറിപ്പോവുക എന്ന് പറഞ്ഞിട്ടാണ് ഇസ്രയേൽ ആക്രമിക്കുന്നത്. അധാർമികമായി ജനങ്ങളെ കൊല്ലാൻ വേണ്ടി ജനവാസ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്ന ആരാണിപ്പോൾ? ഇറാനാണ്. അതിനുള്ള മറുപടിയാണ്. അങ്ങനെ
ജനങ്ങളെയും അമേരിക്കൻ ഭടന്മാരെയും കൊല്ലുന്ന തരത്തിലുള്ള മിസൈൽ ആക്രമണത്തെ ഞങ്ങൾ അംഗീകരിക്കത്തില്ല. അവർ പേഷ്യൻസ് ഈസ് വിയറിങ് തിൻ. ഞങ്ങളുടെ ക്ഷമ ഇങ്ങനെ നേർത്ത് വരികയാണ്. താങ്ക് യു ഫോർ യുവർ അറ്റൻഷൻ ടു ദിസ് മാറ്റർ. നിങ്ങൾ ഖമനേയി, നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ അതിന് നന്ദി. എത്ര മാരകമായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. കഷ്ടിച്ച് 8 വരി 9 വരിയേ ഉള്ളൂ. അതിലൂടെ പറയുന്ന ഒന്ന്, ഖമനേയി, അയത്തുള്ള അലി ഖമനേയി എന്ന് പറയുന്ന ആൾ അങ്ങനെ സുപ്രീം ലീഡറൊന്നുമല്ല. ഇയാൾ ഒരു എലിയെപ്പോലെ ഒളിച്ചിരിക്കുകയാണ്. എവിടെയാണെന്ന് ഞങ്ങൾക്കറിയാം. അവിടെ നിന്ന് കൊന്നു പുറത്തേക്കെടുക്കാൻ ഞങ്ങൾക്കിപ്പോൾ പറ്റും. ഞങ്ങൾ തൽക്കാലം ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. ഇതിനെ ഇസ്രയേലിൻ്റെ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അയത്തുള്ള അലി ഖമനേയി ഓർമ്മിക്കണം സദ്ദാം ഹുസൈനെ. സദ്ദാം ഹുസൈൻ ഇതുപോലെ ഭൂമിക്കടിയിൽ പോയി ഒളിച്ചിരുന്നു അല്ലേ? അതെ. അവിടെ നിന്ന് പിടിച്ച് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു? തൂക്കിക്കൊന്നു. അപ്പോൾ ഒരു ബുള്ളറ്റോ ഒരു മിസൈലോ ഒരു ഡ്രോണോ അല്ല ഖമനേയിക്ക് വേണ്ടി ഞങ്ങൾ ഒരുക്കാൻ പോകുന്നത്. ഞങ്ങൾ തന്നെ തൂക്കിക്കൊല്ലും. സദ്ദാം ഹുസൈനെ കൊന്നതുപോലെ കൊല്ലുമെന്നാണ് എന്ന് പറഞ്ഞാൽ സദ്ദാം ഹുസൈനെ കൊന്ന അമേരിക്കയല്ലോ ഒന്ന്, വേണമെങ്കിൽ പറയാം അമേരിക്കയല്ലെന്ന്. കാരണം സദ്ദാം ഹുസൈൻ വീണതിന് ശേഷം ഇറാഖിൽ വേറൊരു ഭരണകൂടം ഉണ്ടായി. ഈ ഭരണകൂടം വിചാരണ ചെയ്ത് തൂക്കിക്കൊല്ലുകയായിരുന്നു. അതെ, അമേരിക്ക അല്ല എന്ന് വേണം പറയാം സാങ്കേതിക, പക്ഷേ അമേരിക്ക പറഞ്ഞിട്ടാണ് ചെയ്തത് എന്ന് പറയുന്നത് പോലെ അവിടെയാണ് ഇസ്രയേൽ കാറ്റ്സ് ട്രംപിൻ്റെ പ്രസ്താവനയെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. സദ്ദാം ഹുസൈൻ്റെ വിധി വരും. സദ്ദാം ഹുസൈൻ്റെ വിധി വരണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഇറാനിൽ ഭരണമാറ്റം ഉണ്ടാകണം. ഇറാനിൽ ഭരണമാറ്റമുണ്ടായി പുതിയൊരു സർക്കാർ വന്നിട്ട് ഖമനേയിയെ വിചാരണ ചെയ്ത് തൂക്കിക്കൊല്ലണം. ഇതാണ് നെതന്യാഹു ആദ്യം മുതൽ പറയുന്നത് അല്ലേ? ഞങ്ങളുടെ ലക്ഷ്യം ഒരു ഭരണമാറ്റമാണ്. ഞങ്ങളുടെ ലക്ഷ്യം ഇപ്പോൾ പറയുന്നുണ്ട്, റിജീം ചേഞ്ചിനെ കുറിച്ച് പറയുന്നുണ്ട്. ആണവായുധങ്ങൾ തകർക്കുക മാത്രമല്ല റിജീം ചേഞ്ചും ഞങ്ങൾ ലക്ഷ്യമിടുന്നുണ്ട് എന്ന് വളരെ കൃത്യമായി പറഞ്ഞിരിക്കുക. അപ്പോൾ ഖമനേയിയെ സംബന്ധിച്ച് ഇപ്പോൾ ജീവന ഭീഷണി എക്കാലത്തും ഖമനേയിക്കുണ്ട്. ആക്രമണമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഖമനേയിയെ കൊല്ലും എന്ന് അർത്ഥശങ്കയില്ലാതെ നെതന്യാഹു പറയുന്നു, ഇസ്രയേൽ കാറ്റ്സ് പറയുന്നു. അതിനെ ശരിവെക്കുമാറ് അമേരിക്കൻ പ്രസിഡന്റ് ട്വീറ്റ് ചെയ്തിരിക്കുന്നു. ഇതാണ് ട്വീറ്റല്ല, ട്രൂത്ത് സോഷ്യലിൽ എഴുതിയിരിക്കുന്നു. അപ്പോൾ ഇത് വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് യുദ്ധം മാറുകയാണ്. ഇപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ ഈ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ കേരളത്തിലെ ഇവിടുത്തെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഇസ്രയേൽ ഒന്നടിക്കുന്നു, ഇറാൻ രണ്ടടിച്ചു എന്ന് പറഞ്ഞ് കൊടുത്തുണ്ട്. ഇതൊന്നും അല്ല സംഭവിക്കുന്നത്. സത്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇസ്രയേലിലെ കെട്ടിടങ്ങൾ, ഇസ്രയേലിലെ ജനവാസ കേന്ദ്രങ്ങളിലൊക്കെ ബോംബുകൾ വീഴുന്നു, മിസൈൽ വന്ന് വീഴുന്നു എന്നതിൻ്റെയൊക്കെ വിഷ്വൽസൊക്കെ പുറത്തു വന്നു. അതെല്ലാം ഇസ്രയേൽ റിലീസ് ചെയ്തതാണ്. ഇസ്രയേലാണ് ആ ചിത്രങ്ങൾ പുറത്തു വിട്ടത്. ആ ചിത്രങ്ങളാണ് ഇവിടുത്തെ മീഡിയ ഫണ്ടും സുഡാപ്പി കുഞ്ഞുങ്ങളുമൊക്കെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തിനായിരിക്കണം തങ്ങളുടെ രാജ്യത്ത് തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഇറാൻ്റെ മിസൈലുകൾ ഇസ്രയേലിൻ്റെ മണ്ണിൽ വന്ന് വീണു, ഇസ്രയേലിലെ ആളുകൾ കൊല്ലപ്പെട്ടു, കെട്ടിടങ്ങൾ തകർന്നു, ഡാമേജ് ഉണ്ടായി എന്നുള്ള സന്ദേശം എന്തിനായിരിക്കും ഇസ്രയേൽ തന്നെ പുറത്തു വിടുന്നത്? ആലോചിക്കേണ്ട കാര്യമാണ്. കാരണം സാറിന് ഇസ്രയേൽ മൂടി വെക്കത്തില്ലേ ഉള്ളൂ. ഞങ്ങൾക്ക് വലിയ ഡേവിഡ് സ്ലിംഗ്, അയൺ ഡോം, ആരോ, പിന്നെ താഡ്, പാട്രിയറ്റ്, ഇത്രയും സംവിധാനങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇറാൻ്റെ മിസൈലുകൾ ഇവിടെ വന്ന് വീഴുന്നു എന്ന് എന്തുകൊണ്ട് ഇസ്രയേൽ സമ്മതിക്കുന്നു? ഇവിടുത്തെ സുഡാപ്പി കുഞ്ഞുങ്ങൾ അത് ആലോചിക്കുന്നില്ല. അതിൻ്റെ വീഡിയോകൾ എന്തിന് ഇസ്രയേൽ തന്നെ അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെ പുറത്തു വിടുന്നു? ഇതൊരു വലിയ ചോദ്യമാണ്. ചോദ്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്തരം വളരെ കൃത്യമാണ്. അതായത് അതിമാരകമായി ഇറാനെ ആക്രമിക്കാൻ ഇസ്രയേലിന് പദ്ധതിയുണ്ട്. അതിന് തെളിവുകൾ ആരുണ്ടാക്കുകയാണ്? ഇസ്രയേൽ ഉണ്ടാക്കുകയാണ്. കണ്ടില്ലേ ഞങ്ങളുടെ ജനവാസ കേന്ദ്രങ്ങൾ? നേരത്തെ ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഇതുവരെ ജനവാസ കേന്ദ്രങ്ങളിൽ ആക്രമിച്ചിട്ടില്ല. ഞങ്ങൾ നിരന്തരം ഇറാനികൾ മാറിപ്പോകൂ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ആക്രമണം നടന്നത്. പക്ഷേ ഇവർ ചെയ്യുന്നത് ഞങ്ങളുടെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലകളിൽ ഞങ്ങളുടെ ജനവാസ കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നു. അതുകൊണ്ട് സ്വാഭാവികമായും ഇതുപോലെ അങ്ങോട്ട് ചെയ്യാൻ ഞങ്ങൾക്കൊരവകാശം കൈവന്നിരിക്കുന്നു എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഇസ്രയേൽ പുറത്തേക്ക് വിട്ട ചിത്രങ്ങളും വീഡിയോകളുമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. അല്ലാതെ ഇറാൻ്റെ കയ്യിൽ ഒരു പിണ്ണാക്കം ഉണ്ടായിട്ടല്ല. ഇസ്രയേലിന് ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്തണം. ഇതുകൊണ്ടാണ് ഞങ്ങൾ അടിച്ചത്. ഇത് ബോധ്യപ്പെടുത്താനുള്ള ഒരു സൈക്കോളജിക്കൽ അല്ല, സ്ട്രാറ്റജിക്കൽ വാറാണ് ഇസ്രയേൽ നടത്തിയിരിക്കുന്നത്. അത് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഈ ട്രംപ്
പൂർണ്ണമായും പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, ഇറാൻ്റെ ആകാശം ഇപ്പം ഞങ്ങളുടെ കയ്യിലാണ്. ഇറാനിലൂടെ ഞങ്ങളുടെ വിമാനങ്ങൾ നിർബാധം, നിരന്തരം, നിർഭയം പറക്കും. പക്ഷേ ഇറാന് അവരുടെ ഒരു വിമാനം അവരുടെ ആകാശത്ത് പറപ്പിക്കണമെങ്കിൽ ഇനി ഞങ്ങൾ സമ്മതിക്കണം എന്ന തരത്തിലേക്ക് സമ്പൂർണ്ണ വ്യോമ ആധിപത്യം ഇപ്പോൾ തന്നെ ഇസ്രയേലിൻ്റെ കയ്യിലാണ്. ഇനിയിപ്പോൾ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അമേരിക്ക കൂടി ഈ യുദ്ധത്തിൽ ചേർന്നാൽ ഇറാനിലെ ഭരണമാറ്റം സമ്പൂർണ്ണമായി സംഭവിക്കും. ഖമനേയി പിടിക്കപ്പെടും. ഖമനേയിയെ വിചാരണ ചെയ്ത് തൂക്കിലിടുന്ന സ്ഥിതി ഉണ്ടാവും. ഖമനേയിയെ വെടിവെച്ച് കൊല്ലും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഒരു സെൻറ്റിമെൻറ്റ്സിൻ്റെ പ്രശ്നമുണ്ടല്ലോ. ഒരു മത നേതാവ് കൂടി ആയതുകൊണ്ട് അയാളെ അങ്ങനെ കൊന്നില്ല. പക്ഷെ മത നേതാവൊന്നുമില്ല. അയാൾ സോ കോൾഡ്, സ്വയം വിളിക്കപ്പെടുന്ന, അങ്ങനെ വിളിക്കപ്പെടുന്ന, ഞങ്ങൾ അംഗീകരിച്ചിട്ടൊന്നുമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതായത് ഖമനയുടെ നേതൃത്വത്തെ, അയത്തുള്ള പദവിയെ അമേരിക്ക അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഡിസൈഡർ എന്നും പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഞങ്ങളും ഇസ്രയേലും ചേർന്ന് ഒരു അർത്ഥം കൂടെ ഉണ്ട്. വി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അമേരിക്ക എന്നും പറയാം. എന്തായാലും ഇത് അമേരിക്ക മാത്രമായിട്ടല്ല, ഇസ്രയേലിലും പങ്കാളിത്തം ഉണ്ടാവും. പക്ഷേ ഇസ്രയേൽ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന് പറയുന്ന ഈ ഓപ്പറേഷൻ്റെ ആത്യന്തിക വിജയം നേടാൻ ഫോർദോ തകർക്കണം. ഫോർദോ നദാൻസിൽ തകർച്ച ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഫോർദോ തകർക്കുക എന്നുള്ള, അവിടെയാണ് ആണവ ബോംബുകളുള്ളത്. സമ്പുഷ്ടീകരിക്കപ്പെട്ട, സമ്പൂർണ്ണമായി വെപ്പൺ ഗ്രേഡിലേക്ക് മാറിയ യുറേനിയം ഉള്ളത് അവിടെയാണ്. ഫോർദോ നശിപ്പിക്കാതെ ഇനി മുന്നോട്ട് ഈ യുദ്ധം തീരില്ല. അപ്പോൾ അമേരിക്ക ഇടപെടേണ്ടി വരും. അമേരിക്ക ഇടപെട്ടേ തീരും. ഇപ്പോൾ ഇസ്രയേൽ അതിനായിട്ട് ചോദിക്കുന്നുണ്ടല്ലോ. കാരണം ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഫോർദോയെ അറ്റാക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ഞങ്ങളെ സഹായിക്കണമെന്ന് പറയുന്നുണ്ട്. അത് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ഈ ബങ്കർ ബസ്റ്റർ ബോംബുകളെക്കുറിച്ച് വളരെ വിശദമായൊരു വീഡിയോ നമ്മൾ ഇതിന് തൊട്ട് പിന്നാലെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.